ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ 30 വരെയും 39 മുതൽ 42 വരെയുമുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കാനാൻകാരിയുമായിട്ടുള്ള ഈശോയുടെ സംവാദമാണ് ഈ വചനഭാഗത്തിൻ്റെ പ്രമേയം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം മുഴുവൻ ഈ ഒരു വിഷയമാണ് തീവ്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് കൃത്യമായി കാനാൻകാരിയോട് ഈശോ പറഞ്ഞപ്പോൾ അവൾ മൂടി വെച്ചതും മറച്ചു വെച്ചതും ആരും അറിയാതെ ഈശോയുടെ മുമ്പിൽ നല്ല വെള്ള ചുമയാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈശോ വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അവളുടെ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകൾ കൃത്യമായി അവതരിപ്പിച്ച ഈശോയെ ദൈവപുത്രനായിട്ട് വിശ്വസിക്കാൻ അവൾ തയ്യാറാവുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം ജീവജലത്തിൻ്റെ അരുവിയിൽ നിന്ന് അനർഘളമായി ഒഴുകുന്ന ജീവജലം രുചിച്ചുകൊണ്ട് ആത്മീയ തലത്തിൽ ജീവിക്കാൻ, പാപവഴികൾ ഉപേക്ഷിക്കാൻ ഈശോ ആഹ്വാനം ചെയ്തപ്പോൾ അവളത് സ്വീകരിക്കുന്നു എന്നതാണ് വചനഭാഗം. തൻ്റെ പാപത്തിൻ്റെ പ്രതീകമായ അവളുടെ കുടം അവിടെ കിണറ്റിൻ കരയിൽ ഉപേക്ഷിച്ചിട്ട് അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പാപത്തിൻ്റെ മുഴുകി ജീവിച്ച ഒരു സ്ത്രീ ജഡികതയുടെ ലൗകികതയുടെ ലോകത്ത് ജീവിച്ച ഒരു ഗ്രാമത്തെ മുഴുവനും ഇളക്കി കിണറ്റിൻ കരയിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പ്രവചിച്ച ഒരുവനെ ഞാൻ കണ്ടു എന്ന് അവൾ പറഞ്ഞപ്പോൾ ആ ജനം കൗതുകത്തോടെ ഈശോയെ കാണാനായിട്ട് കിണറ്റിൻ കരയിലേക്ക് വരികയാണ്. കിണറ്റിൻ കരയിൽ വന്ന് ഈശോയുടെ പ്രബോധനങ്ങൾ ശ്രവിച്ചു തുടങ്ങിയ അവർ ഈശോയോട് പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ 2 ദിവസം നീ താമസിക്കണം. 2 ദിവസം അവിടെ ഈശോ താമസിച്ച് അവരോട് വചനം പ്രസംഗിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആത്മീയതയുടെ തലത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയും അവൾ ഈ ജനക്കൂട്ടം മുഴുവൻ അവളോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നത് നീ പറഞ്ഞിട്ടല്ല, ഞങ്ങളിതാ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ഈ വചനഭാഗത്തിന് നമ്മളോട് പറയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പാപവഴികളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മുമ്പിൽ വെച്ച് ഈ സ്ത്രീ എടുക്കുന്ന തീരുമാനം, അവളുടെ പാപത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഈശോ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അവൾ പൂർണ്ണമായ മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. മാനസാന്തരം എന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസത്തയാണ്. ഈശോ നമ്മളോട് പറഞ്ഞതും അതാണല്ലോ, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യത്തിൽ വിശ്വസിക്കും. നീ ഇപ്പോൾ പോകുന്ന പോക്ക് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് ഈശോ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മടക്കയാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പാപമേഖലകളെ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ആ നിനിവെ സിക്കാർ നഗരത്തിലെ ജനങ്ങളുടെ ഒരു മനോഭാവം. 2 കാര്യങ്ങൾ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, പാപത്തിൽ മുഴുകി ജീവിച്ച ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവളെ തള്ളിക്കളയുകയല്ല, അവളുടെ വാക്കിന് വില കൊടുത്ത് അവർ കിണറ്റിൻ കരയിലേക്ക് വരികയാണ്. പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അവൻ എന്നെ ബോധമുള്ളേ, അവനെന്ത് വിവരമുള്ളേ, എന്നെപ്പോലെ പഠിപ്പും വിദ്യാഭ്യാസവും യോഗ്യതയുള്ള ആരാ ഈ നാട്ടിലുള്ളത്
എന്നൊക്കെ ചിന്തിച്ച് മറ്റു പലരെയും അവരുടെ അഭിപ്രായങ്ങളെയും ഒക്കെ വില കുറച്ച് കാണുന്നൊരു ശൈലി നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നത് ദുര്യോഗമാണ്. മറ്റുള്ളവരെ കൊച്ചാക്കി കാണിക്കാൻ, ചെറുതാക്കി കാണിക്കാൻ, അവന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല, അവന് വ്യക്തിത്വമില്ല, അവൻ പാപിയാണ്, അവൻ തെറ്റ് ചെയ്തവനാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന മനോഭാവങ്ങളിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടാൻ ഈശോ നമ്മളോട് പറയുകയാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തണം. ആ ജനം ഒഴുകിയെത്തുകയാണ് കിണറ്റിൻകരയിലേക്ക്. കിണറ്റിൻകരയിൽ വെച്ച് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച ആ ജനം മാനസാന്തരപ്പെടുന്നു. ഈ സ്ത്രീയെ പോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിലെ പാപവഴികളൊക്കെ ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ ജീവിതശൈലികളിൽ മാറ്റം വരുത്തി യഥാർത്ഥ ക്രൈസ്തവ സമൂഹമായിട്ട് മാറാൻ ആ ജനം ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മിൽ നിന്ന് പാപത്തെ അകറ്റുക മാത്രമല്ല, അതിന് പകരമായിട്ട് യേശുവിനെ അവിടെ പ്രതിഷ്ഠിക്കുക കൂടി ചെയ്യണം. ഇത് ചെയ്തപ്പോഴാണ് ആ സിക്കാറിലെ ജനം വേറിട്ട വ്യക്തികളായിട്ട് മാറുന്നത്. നമുക്കും അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കാം. ഈശോയുടെ സ്വന്തമാകാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുക. പാപവഴികൾ ഉപേക്ഷിക്കാനുള്ള ദൈവവഴിയിലൂടെ നടക്കുവാനുമുള്ള തീരുമാനം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.